അപ്പോൾ മച്ചന്മാരെ നമ്മളെ കൂർഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അബി വാട്ടർഫാൾസും നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലാട്ടോ കാര്യം. ഹോട്ടൽ കയറിയേക്കും വളരെ വ്യത്യസ്തമായ ഒരു പ്ലേറ്റ് ആട്ടോ നമുക്ക് ഇട്ടിരിക്കുന്ന ഇലകൾ കൊണ്ട് തുന്നി ചേർത്ത ഒരു പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ അടിവശം വരുന്ന പേപ്പർ ആട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ആ വെയിറ്റിങ്ങിനിടയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് കണ്ടപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ തോന്നി കേട്ടോ. വെറൈറ്റി ആയിട്ടോ നമ്മളെ ബിരിയാണി വന്നിരിക്കുന്ന വാഴയിലെ ഒരു ബൗള് ഈ പേടിക്കണ്ട മന്തി പോലെയാണ്. അപ്പൊ നമ്മൾ കഴിക്കട്ടെ കേട്ടോ, ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങളാണ്. നേരെ നമ്മൾ ഇതായത് എവിടെ എത്താന്ന് വെച്ചാല് ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തെത്താനായിട്ടാ. അവിടുന്ന് നമ്മൾ അടുത്തുനിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പണ്ട് പാട്ടിലും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളിൽ കേട്ടതാണ് കാവേരിയും അതുപോലെ തന്നെ കാവേരി മാതയൊക്കെ, കൊടകില മാതയൊക്കെ. അപ്പോൾ ആ ഒരു കൊടകില മാതയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ആ പാട്ട് കേട്ടത് നമ്മൾ ഇന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ ആകാംക്ഷയൊക്കെ ആയിട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തിയേ. അപ്പോൾ ഇവിടെ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാ. വണ്ടിയുടെ നേരത്തെ വരുന്നുണ്ട്. സെക്യൂരിറ്റി ആരെ എന്തോ ചീത്തയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ നമ്മളെ ആളെ കണ്ടു. അങ്ങനെ ഇതുവഴിയാട്ടെ എൻട്രി. ഇതുവഴി നേരെ നമുക്ക് അകത്ത് കയറാം. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആട്ടോ ഉള്ളിൽ കയറാനായിട്ട്. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തേട്ടാ. ഇവിടെ കംപ്ലീറ്റ് നോ എൻട്രി, കീപ് സൈലൻസ്. കംപ്ലീറ്റ് എല്ലാ സൈഡിലും സൈലൻസ് എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഉണ്ടോ വാ, അടിപൊളി. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കണടാ. അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട് കേട്ടോ. എല്ലാ ആള് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ആള് കയറുന്നുണ്ട്. ചെരുപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ഒരു കൊട്ട എടുത്തിട്ട് നേരെ ഇവിടെ വെക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ 170 നമ്പറുണ്ട്. ആ നമ്പർ അവിടെ ടോക്കൺ തരും. പൈസ കേട്ടോ 30 രൂപയാണ്. ഉള്ളിലേക്ക് കൊടുത്തിട്ടോ. അങ്ങനെ എല്ലാ ആൾക്കാരും ചെരുപ്പ് അവിടെ കൊടുത്ത് നേരെ നമ്മൾ തിരിച്ച് ഈ വഴി നേരെ നമ്മൾ മെയിൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് നമ്മൾ കയറാൻ പോകും. ഞാൻ നേരെ നോക്കിയാൽ ഉൾവശം നല്ല ആൾക്കാർ വന്നിരിക്കുന്നത്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഉൾവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന കേട്ടോ. കണ്ടോ, ചുറ്റും ആൾക്കാർ മൊത്തം റെസ്റ്റ് ചെയ്യുന്ന. നമ്മളെല്ലാവരും ഇതാ ഇവിടെ നമ്മളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് കൊട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തോ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടോ, വലിയ ബാൻഡടിയും അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ആ ഒരു സൈഡിലേക്ക് പോകുന്ന കേട്ടോ. ഫുള്ളാണെന്ന് നല്ല തിരക്കാട്ടോ. നമ്മൾ നേരത്തെ കയറിയുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ കയറിയ. അതിന് നേരെ ഓപ്പോസിറ്റ് പോകാം കേട്ടോ. അടിപൊളി ലുക്കുന്നുണ്ട്, അടിപൊളി ലുക്ക് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്നാട്ടോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് എൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് പരിപാടി എന്നറിയാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ നമ്മൾ അടുത്ത പോകുന്നത് വെച്ചാൽ നിസർഗദാമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കാണാനാണ് നമ്മൾ അടുത്ത പോകുന്നത്. ഇവിടെ ഉള്ളിൽ എന്തോ പ്രാർത്ഥനേൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. അതാണ് അവർ ഇങ്ങനെ എന്തോ കൊട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഭയങ്കര വെയിലാണ് കേട്ടോ. പുറഭാഗത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു കെട്ടിൽ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്.
അങ്ങനെ ഗൈസ് നമ്മളിതാ പിന്നെ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരത്തെ കാവേരി നമുക്ക് വൃത്തിയിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാവേരി ഒന്നുകൂടി കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നിസർഗദാമ എന്ന് പറയുന്ന നമ്മളൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നിസർഗദാമിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളെ എന്താ പറയുക എൻട്രി വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസാട്ടോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസ് ഇനി ഉള്ളിൽ നിന്ന് വേറെ എടുക്കണം. നമ്മളിത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പൈസ ഒക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു 40 രൂപയാണെന്ന് തോന്നുന്നു. 40 രൂപയാണ് നമ്മൾ അവിടെ കൊടുത്തെന്ന് തോന്നുന്നു. 40 രൂപ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ എന്താ വണ്ടി മുന്നോട്ടെടുത്ത് നമ്മളിവിടെ സൈഡാക്കും പോട്ടോ. ഇനിയിപ്പോൾ സൈഡാക്കിയിട്ട് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള നമ്മളെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോകുന്ന കേട്ടോ. നമ്മൾ നിസർഗദാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഞാനുവാ മാനൊക്കെ കാണാം നമുക്ക്. ആ ബോട്ടിൽ കയറാം, എല്ലായിടത്തിലും കയറാവാ. ഓടിയ കഥ കഴിയും. താഴത്തെ ബോട്ടിങ് നടക്കുന്നതൊക്കെ കണ്ടോ? വലിയ മരം പൊഴിഞ്ഞു വീണോക്ക് താഴത്ത്. ഇത് ആടൂലേ? ഇതാ കാവേരി പുഴ. ഇത് കാവേരിയാ? ആഴയുണ്ട്. മരിച്ചു. ആന്ന് നമ്മള് നേരെ പാലം കടന്ന് ഇപ്പഴത്തേട്ടാ. ഇങ്ങനെ മൊത്തം ആൾക്കാർ നടക്കുന്നുണ്ട്. എന്താ സംഭവം ഇതിൽ എങ്ങോട്ടാ പോണ്ടത്? മരത്തിന്റെ മുകളിൽ പുലി കയറി കിടക്കുന്ന കേസ് ഉണ്ടോ? ഞാനും പുലിപ്പല്ല് പിടിച്ച് പുലിനെ കണ്ടുപിടിക്കുന്ന സാർ. ആ മാനിനെ കാണാം. വാ ബോട്ടിങ് ചെയ്യണം. ഇവിടെ ഏത് സമയത്ത് വന്നാലും വെയിലിന് ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ഏത് സമയത്ത് വന്നാലും വെയിലിന് ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ഗതിയാണ് ഗൈസ് നമ്മളോട് ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ടാവും നമ്മൾ അറിയില്ല. നമ്മളെ അതുകൊണ്ട് തോർത്ത് കാര്യങ്ങളൊന്നും എടുത്തില്ല. തോർത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അടിപൊളി ഒരു ഫ്രഷപ്പ് ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളി കുളിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ. നിങ്ങൾക്ക് അടിപൊളി ഒരു ഫാമിലിനെ കാണിച്ചു തരട്ടെ. അടിപൊളി ഫാമിലി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫാമിലി കേട്ടാ. കാണിച്ചു തരാം. കേട്ടോ പട്ടിയുണ്ട് അവിടെ. ഇതാ ഒരമ്മച്ചി പാത്രം കഴുകുന്നു. ഇതാ ഒരമ്മച്ചി ഇവിടുന്ന് പാത്രം കഴുകുന്നു. ഒരപ്പൂപ്പൻ ഇതാ ഇവിടുന്ന് പിന്നെ സാധനം കൊണ്ടുവന്ന് വേറൊരാൾ ഇവിടെ അരക്കുന്നു. ഒരാളിതാ പശുവിനെ കിടക്കുന്നത്. വേറൊരാൾ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ അതേ കോഴി അതിലെല്ലാം നടക്കുന്നുണ്ട്. അമ്മ കൊച്ചിനെ കൊണ്ടുപോകുന്നു. വേറൊരാൾ ഇവിടെ പക്ഷീനെ മറ്റേ പെറ്റാലി കൊണ്ട് വെക്കുന്നത്. കംപ്ലീറ്റ് ഒരുപാട് ഫാമിലി മെമ്പർ പറയട്ടാ. കുത്തക വലിച്ചിട്ട് അമ്മമ്മ കൈപിടിച്ച് വലിക്കുന്നത്. ചന്തി കഴിക്കുന്നതാണോ? ചന്തി കഴിക്കുന്ന അപ്പിടുത്ത്. അവശമല്ല നമ്മൾ അങ്ങനെ നിസർഗദാമിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ പാലത്തിൻ്റെ മുകളിൽ താഴത്ത് കാണുന്ന ഈ ഒരു മീനിൻ്റെ കാഴ്ചയാണ് ഇത്. അപ്പോൾ നല്ല വലിപ്പമുള്ള മീനാട്ടോ. നല്ല വലിപ്പമുള്ള നല്ല ഹെവി സൈസാട്ടോ മീൻ. അപ്പോൾ തിരിച്ച് നമ്മൾ പാലത്ത് കൂടി നമ്മൾ നേരെ തിരിച്ചിനി നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നാളത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ എത്തിയത് മൈസൂരാട്ടോ. നമ്മൾ എത്തിയിരിക്കുക മൈസൂരാണ്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ മൈസൂർ സൂ കാണാൻ പോകും.
അപ്പോൾ നാളെ സൂവിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.